ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് വ്ളോഗ് ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ റീച്ച് കിട്ടുക എന്നുള്ളത്. എന്നാൽ തുടക്ക സമയത്ത് നമുക്ക് പലപ്പോഴും വേണ്ടത്ര റീച്ച് ലഭിക്കാറില്ല. ഇത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ടൂൾ ഉപയോഗിക്കാം. അതാണ് മെറ്റാ പ്ലാറ്റ്ഫോമിലുള്ള ആഡ് മാനേജർ. നമുക്ക് ബൂസ്റ്റിങ്ങും ചെയ്യാൻ കഴിയും. എന്നാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളാണ് ആഡ് മാനേജർ. ഇപ്പോൾ ആഡ് മാനേജർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ഫോളോവേഴ്സ് കൗണ്ട് കൂട്ടുന്നതിനും കൂടുതൽ റീച്ച് ലഭിക്കുന്നതിനും നമുക്ക് ആഡ് മാനേജർ ഉപയോഗിച്ചിട്ട് ആഡായിട്ട് റൺ ചെയ്യാം. ഇവിടുത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്ലേസ്മെൻറ്റ് കിട്ടും. നമുക്ക് റീൽസ് ബൂസ്റ്റ് ചെയ്യുമ്പം റീൽസിൽ എന്ന ഒറ്റ പ്ലേസ്മെൻറ്റേ ഉള്ളൂ. എന്നാൽ ഇവിടെ കൂടുതൽ പ്ലേസ്മെൻറ്റ് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ആഡ് മാനേജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ആഡായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിന് നേരെ ആഡ് മാനേജറിൽ വരിക, ഫേസ്ബുക്കിലെ ആഡ് മാനേജറിൽ വരിക, ക്രിയേറ്റ് ചെയ്യുക, ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഒബ്ജക്റ്റീവ് ട്രാഫിക്കായിട്ട് സെലക്ട് ചെയ്യുക. നമുക്കത് ട്രാഫിക്കായിട്ട് റൺ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഫോളോവേഴ്സിനെ ലഭിക്കുന്നതിനും നമ്മുടെ ബിസിനസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനും റീച്ചും അവയർനെസ്സും ഒക്കെ കൂട്ടുന്നതിനും നമുക്ക് ട്രാഫിക് ഉപയോഗിക്കാം. അവയർനെസ് ക്യാമ്പയിനും നമുക്ക് നമ്മുടെ റീച്ചും അവയർനെസ്സും കൂട്ടുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ട്രാഫിക് ഉപയോഗിക്കാം. ട്രാഫിക് ആകുമ്പം ഫോളോവേഴ്സിനെ ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ട്രാഫിക് ക്യാമ്പയിൻ സെലക്ട് ചെയ്യുക. ക്യാമ്പയിൻ്റെ ഫസ്റ്റ് പാർട്ട് എടുക്കുക. അവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാമ്പയിന് പേര് കൊടുക്കാം. ഏറ്റവും നല്ലത് ക്യാമ്പയിൻ ബജറ്റ് ഒപ്റ്റിമൈസേഷനാണ്. കൂടുതൽ ക്രിയേറ്റീവ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്യാമ്പയിൻ ബജറ്റ് ഒപ്റ്റിമൈസേഷൻ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ആഡ് ക്രിയേറ്റീവിലായിരിക്കും കൂടുതൽ പണം സ്പെൻഡ് ആവാം. ഇവിടെ നമുക്ക് ഡിഫാൾട്ടായിട്ട് മെസ്സേജിങ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. മാറ്റി ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൊക്കേഷൻ മാറ്റി കൊടുക്കാം. ഇവിടെ ബ്രോഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ആഡ്സിൽ വരിക. ഇവിടെ നമ്മുടെ ആഡ് സെറ്റപ്പിൽ ക്രിയേറ്റ് ആഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. അത് മാറ്റി യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നമുക്കൊരു പോസ്റ്റ് സെലക്ട് ചെയ്യാം. ഇതൊരു റീലാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ അഡ്വാൻസ്ഡ് പ്രിവ്യൂ നോക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ശേഷം പബ്ലിഷ് ചെയ്യുക. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ആഡ് മാനേജർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ ട്രാഫിക് ആഡായിട്ട് റൺ ചെയ്യാൻ സാധിക്കും.